നമസ്കാരം, ഞാൻ ഹുദ റഹ്മാൻ. ഇന്ന് ഫോക്ലോർ അവാർഡ് ജേതാവായ റഹ്മാൻ വായക്കാടിനെയാണ് അപ്ലിഫ്റ്റ് മീഡിയ പരിചയപ്പെടുത്താൻ പോകുന്നത്. സാറിന് ഫോക്ലോർ അവാർഡ് കിട്ടിയത് ഏത് വിഭാഗത്തിലാണ്? ഇത് മാപ്പിളപ്പാട്ട് വിഭാഗത്തിലാണ്. ഫോക്ലോർ അക്കാദമി എന്ന് പറയുമ്പോൾ ഒരുപാട് കലകളുണ്ടല്ലോ കേരളത്തിൽ. ഒരു 100 ചില്ലാൻ കലകളുണ്ട്. ആ 100 ചില്ലാനും ആളുകൾക്കും ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ട് ഓരോ വിഭാഗത്തിലും. എന്നെ സംബന്ധിച്ചിടത്തോളം 4 പതിറ്റാണ്ട് കാലമായിട്ട് വളരെ ചെറിയ തോതിൽ ഈ മാപ്പിളപ്പാട്ട് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം മാപ്പിളപ്പാട്ട് സാഹിത്യത്തിനും മാപ്പിളപ്പാട്ട് കലക്കും നൽകിയ സംഭാവനകൾക്ക് കിട്ടിയതാണ് ഈ പുരസ്കാരം. ഫോക്ലോർ അവാർഡ് കിട്ടാനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്? ഫോക്ലോർ അവാർഡിന് അവർ നിശ്ചയിക്കുന്ന ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. നമ്മളെ കഴിവുകൾ തന്നെയാണ്, നമ്മളെ എക്സ്പീരിയൻസാണ് അവർ ചോദിക്കുന്നത്. എത്ര കാലമായിട്ട് ഇത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 1990 മുതൽ കോഴിക്കോട് ആകാശവാണിയിൽ ഡിവോഷണൽ സോങ്സ് മാപ്പിളപ്പാട്ടൊക്കെ അവതരിപ്പിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം, യൂണിവേഴ്സിറ്റി കലോത്സവം, അങ്ങനെയുള്ള CBSE കലോത്സവങ്ങളിലൊക്കെ മാപ്പിളപ്പാട്ട് വിഭാഗത്തിൻ്റെ ജൂറിയായിട്ട് ഞാൻ പോകാറുണ്ട്. അതേപോലെ തന്നെ ഈ കോളേജുകളിലും സ്കൂളുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന ഈ മാപ്പിളപ്പാട്ട് സിമ്പോസിയങ്ങളിൽ, സെമിനാറുകളിലൊക്കെ ഇതിനെ സംബന്ധിച്ചൊക്കെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഇതെല്ലാം കൂട്ടി വെച്ചുകൊണ്ടാണ് ഈ എൻ്റെ ബയോഡാറ്റ ഞാൻ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഞാനൊരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് അറബി സാഹിത്യത്തിൽ നിന്ന് വിവർത്തനം ചെയ്ത 2 പുസ്തകങ്ങളും, അതേപോലെ തന്നെയാണ് മാപ്പിള കലാസാഹിത്യം മലയാളത്തിൽ എന്ന ഒരു കൊച്ചു കൃതി ഞാൻ എഴുതിയിട്ടുണ്ട്. അത് കോഴിക്കോട് ലിപിയാണ് പ്രസിദ്ധീകരിച്ചത്. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ അവാർഡ് എന്ന് പറയാം. സാറിന്റെ പാട്ടുകൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സാറിന് എഴുത്തിലാണോ പാട്ടിലാണോ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്? ഞാൻ ഒരു വരി പോലും എഴുതാറില്ല, പക്ഷേ ഞാൻ പാടാറുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്, റഹ്മാൻ വാഴക്കാട് എന്നിട്ട്. അതിലൊരുപാട് പാട്ടുകൾ ഞാൻ പാടിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പാടിയത് ദുബായ് കത്ത് പാട്ടുകാരൻ SA ജമീൽക്കൻ്റെ പാട്ടുകളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡസനോളം പാട്ടുകൾ ഞാൻ പാടിക്കഴിഞ്ഞു. അതേപോലെ തന്നെ വീരപുത്രൻ വാരിയംകുന്നനെ സംബന്ധിച്ച് പാട്ടുകൾ പാടിക്കഴിഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ അടുത്തിറങ്ങിയ കുഞ്ഞാലി മരക്കാർ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു ആൽബമാണ്. അതേപോലെ തന്നെ നമ്മുടെ ടിപ്പു സുൽത്താനെ സംബന്ധിച്ച് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പാട്ട്. ഞാൻ പല പാട്ടുകളൊന്നും പാടാറില്ല, എനിക്കിഷ്ടമുള്ള പാട്ടുകളാണ് ഞാൻ പാടുക. ഇതേപോലെ ചരിത്ര പാട്ടുകൾക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് ഒരുപാട് ആളുകൾ കണ്ടതിലൊരു സന്തോഷം കൂടി എനിക്ക് ഇതിനുണ്ട്. ഇനി എന്താണ് സാറിൻ്റെ അടുത്ത ഭാവി പരിപാടികൾ? ഭാവി പരിപാടികൾ എന്ന് പറഞ്ഞാൽ പാടിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ റമദാനാണ് വരുന്നത്. റമദാനിന് ഒരു പാട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് ഒട്ടും വൈകാതെ 2ാമത്തെ പാട്ടിറങ്ങും. ഒരു പക്ഷേ പെരുന്നാളിന് പാട്ടിറങ്ങാം. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്, പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ചെറിയൊരു കലാകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടിയുണ്ടല്ലോ. അതിനുവേണ്ടി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഇതുപോലുള്ള പ്രോത്സാഹനങ്ങൾ ഏറ്റവും വലുതാണ്. അവാർഡുകളെ സംബന്ധിച്ചൊന്നും ഞാൻ വലിയ കാര്യമാക്കൊന്നുമില്ല. ഇനി എന്തെങ്കിലുമൊക്കെ അവാർഡുകളുണ്ടോ, ഇതൊന്നും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. ഇനിയും കിട്ടുമോ എന്നറിയില്ല. കിട്ടിയാൽ നന്നായി. അതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു ചെറിയ കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രോത്സാഹനമാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർ, ഈ കലാരംഗത്തേക്ക് എത്തിപ്പെടാനുള്ള കാരണങ്ങളൊക്കെ പറയാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുപ്പത്തിലേ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 1ാം ക്ലാസ്സിൽ നിന്നേ പാടുന്നുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഉമ്മൻ്റെ TP അബ്ദുള്ളക്കുട്ടി മാഷ്, അദ്ദേഹമാണ് എനിക്ക് ഈ മാപ്പിളപ്പാട്ടിൻ്റെ തനതായ മാപ്പിളപ്പാട്ടുകളൊക്കെ പാടിത്തന്നത്. പിന്നെ ഞാൻ പഠിച്ചത് വാഴക്കാട് ദാറുസ്സലാം മദ്രസയിലാണ്. മദ്രസയിൽ അന്ന് വാർഷികങ്ങൾ നടക്കാറുണ്ട്. അന്ന് എനിക്ക് പാട്ട് പാടിത്തന്നത് നമ്മളെല്ലാവരും പാടുന്ന ഉണ്ടസഖി ഉണ്ടല്ലോ, ഉണ്ടസഖി എഴുതിയ റഹീം കുറ്റ്യാടി എന്ന് പറയുന്ന ആളാണ് അന്ന് ഞങ്ങളൊക്കെ പാട്ട് പഠിപ്പിച്ചിരുന്നത്. അതേപോലെ തന്നെ ആ പാട്ട് പാടിയ ഹമീദ് ഷെർവാനി എന്ന ആളാണ് ആ പാട്ട് പാടിയത്. അദ്ദേഹമാണ് എന്നെ യഥാർത്ഥത്തിൽ പാട്ട് പാടി റഹീം കയ്യും ഷെർവാനിയും ഒക്കെ പഠിപ്പിച്ച ആ ഇതിൽ നിന്നാണ് ഞാൻ വളർന്നു. പിന്നെ വാഴക്കാട് സിത്താരയുണ്ട്, പ്രിയുണ്ട്, ജിഗ്ര ക്ലബ്ബുകളുണ്ട്. അങ്ങനെ അതിൽ നിന്നൊക്കെ ആണ് വളർന്നു വന്ന് അൽഹംദുലില്ലാഹ് ഈ രൂപത്തിലേക്ക് എത്തിയത്. ഞാൻ ഒരുപാട് പ്രയത്നമുണ്ട് ഈ വിഷയത്തിൽ. ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചത് ഇങ്ങനെ ഇവരെല്ലാവരുടെയും പ്രോത്സാഹനം ഉള്ളതുകൊണ്ടാണ്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി സാറിൻ്റെ 2 പാട്ട്. മഹാസീനെന്ന് മഹിമഴയും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസനുൽ ജമാല്. ഹുസനുൽ ജമാൽ പൂവിന് കസവൊളിയും പെണ്ണിന് കിസ പറയാൻ കൂട്ടിനുണ്ടൊരു തിരിമോറ്,
അവളുടെ ഇസ്മുരയാനാ തോഴൻ ബദറുൽ മുനീർ. ഇനിയും സാറിന് ഈ കലാരംഗത്ത് നിരവധി അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. താങ്ക് യു. സുൽത്താൻ മലർമഴവില്ലായിട്ടുണ്ടൊരു കനി